റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ സ്വർണത്തിന്റെ മോതിരം കാണുന്നു. സ്വർണത്തിന്റെ മോതിരം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അത് കയ്യിൽ നിന്ന് ഊരിയിട്ട്, വെള്ളിയുടെ മോതിരം അത് സുന്നത്താണ്, നിങ്ങൾ കണിയാം, പക്ഷേ സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണല്ലോ. യഅമിദു അഹദുകും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയളഉഹാ ഫീ യദിഹി. നിങ്ങളിൽ ചില ആളുകൾ നരകത്തിന്റെ തീക്കനൽ കയ്യിൽ വെച്ച് കൊണ്ടിരിക്കുകയാണോ, കഴുത്തിൽ ചാർത്തുകയാണോ? സ്വർണ്ണമാല അണിഞ്ഞാൽ അതാണ് അവസ്ഥ. നരകത്തിന്റെ ഒരു തീ കഴുത്തിൽ അണിയുന്ന പോലെ. സ്വർണത്തിന്റെ മോതിരമാണെങ്കിൽ നരകത്തിന്റെ മോതിരം കയ്യിലണിഞ്ഞ പോലെ. അവിടെ നിന്ന് പറഞ്ഞു, ഇത് പുരുഷന്മാർക്ക് അല്ലാഹു ഹറാമാക്കിയതാണ്. കാരണം എന്താ നമുക്കറിയില്ല, നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ല. പുണ്യനബി വേണ്ടെന്ന് പറഞ്ഞാൽ ഖലാസ്, ഇതാണ് നമ്മുടെ അഖീദ. ആ സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ആ മോതിരം ഹബീബായ നബി തങ്ങൾ എടുത്തു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ ആളുകൾ പറഞ്ഞു, ഖുദ് ഖാതമക ഇൻതഫഅ ബി. കയ്യിൽ അണിയണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആ മോതിരം കൊണ്ടുപോയി വിറ്റാ കാശ് കിട്ടൂലേ, നീ ആ മോതിരം എടുത്ത് പോയിക്കോ, തങ്ങൾ പോയില്ലേ എന്ന് കൂടെയുള്ള കൂട്ടുകാര് പറഞ്ഞപ്പോ, فما مرت علي ليلة منذ سمعت رسول الله صلى الله عليه وسلم. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കലും ഞാനത് ചെയ്യില്ല. ലാ വല്ലാഹ് ലാ ആഖുദുഹു അബദൻ വഖദ് തറഹഹു റസൂലുള്ളാഹ്. നബി തങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഊരിയെറിഞ്ഞത് ഇനി ഞാൻ എടുക്കൂല. അതെടുത്തു വേണേ വിൽക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും എൻ്റെ റസൂൽ എൻ്റെ കയ്യിൽ നിന്ന് ഊരി വാങ്ങി എറിഞ്ഞില്ലേ, അത് ഞാൻ തൊടില്ല, എനിക്കത് വേണ്ട. വേണ്ടവരെടുത്തോട്ടെ, എനിക്കത് വേണ്ട. ഇങ്ങനെ തോന്നണമെങ്കിൽ എത്ര ഈമാൻ വേണം മുഅ്മിനെ, എത്ര ഈമാൻ വേണം. കാരണം കയ്യിലെ ഒരു മോതിരം സ്വർണ്ണല്ലേ, അത് അണിയണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് കൊണ്ടുപോയി വിൽക്കാം, മക്കൾക്ക് എന്തെങ്കിലും ആഭരണമാക്കി കൊടുക്കാം, അതൊക്കെ ചെയ്യാലോ. പക്ഷേ നബി തങ്ങൾ എറിഞ്ഞതല്ലേ, എനിക്കത് വേണ്ട. ഇതാണ് ഹബീബായ നബി തങ്ങളും അല്ലാഹും പറഞ്ഞതിനെ മനസാ വാച അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനാണ് യഖീൻ എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിലേ ഉമ്മത്ത് രക്ഷപ്പെടൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ ബിൻ സുലൈം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, നബിയേ യഅഹദ് ഇലയ്യ യാ റസൂലല്ലാഹ്, നബിയെ എനിക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരയണമേ. അവരാ ചോദിച്ചതേ അല്ലാഹു ചോദിപ്പിച്ചതാണ്.